ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ നമുക്ക് പരിപ്പടം ഉണ്ടാക്കിയാലോ. വെൽക്കം ടു മൈ ചാനൽ. അതിനായി നമുക്ക് ഒരു കപ്പ് പരിപ്പെടുക്കാം. സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് അതിലെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് 1 മണിക്കൂർ കുതിരാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം ആ പരിപ്പ് നമുക്ക് വെള്ളമെല്ലാം കളഞ്ഞ് ഡ്രൈ ആക്കി എടുക്കാം. വെള്ളമെല്ലാം കളഞ്ഞെടുത്ത പരിപ്പ് നമുക്ക് ഒരു 2 സ്പൂൺ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്കിത് ഇടയ്ക്ക് ആവശ്യമുണ്ട്, അതിനുവേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള പരിപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കാം. പരിപ്പിൽ നമുക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളമില്ലാതെയാണ് മിക്സി അടിച്ചെടുക്കേണ്ടത്. അടിച്ചെടുത്ത നമ്മുടെ പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനകത്തേക്ക് ഒരു 5-6 ചുവന്നുള്ളി, വേപ്പില, പച്ചമുളക്, വറ്റൽമുളക്, പിന്നെ ഒരു 1/4 സ്പൂൺ കായം, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മുടെ കൈ കൊണ്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യണം. മിക്സിന് ശേഷം നമ്മൾ എടുത്ത് ചെയ്യുന്ന 2 സ്പൂൺ പരിപ്പുണ്ടല്ലോ, അത് അതിനകത്തേക്ക് ഇടുക. ഇത് വേറൊന്നുമല്ല, നമ്മൾ കഴിക്കുമ്പോൾ ചെറിയ പരിപ്പ് കടിച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഓരോ ഉണ്ടയായിട്ട് ഒരു കൈ കൊണ്ട് നല്ല രീതിയിൽ ഉണ്ട ഉരുട്ടിയെടുക്കാം. ഉണ്ട ഉരുട്ടിയെടുത്തതിന് ശേഷം 2 കൈ കൊണ്ട് അമർത്തി പ്രസ് ചെയ്തെടുക്കുക. കൃത്യം കണ്ട വളരെ ഷേപ്പ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ നടുഭാഗം കട്ടിയും സൈഡ് ലൂസുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച എണ്ണയിൽ ഓരോരോ പരിപ്പോടെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പരിപ്പോടയ്ക്കകത്ത് വെള്ളത്തിൻ്റെ അംശം പാടില്ല. അംശം ഉണ്ടെങ്കിൽ അത് ദേഹത്ത് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ വേണം അടിക്കാൻ. ഒരേ സമയം ഒരു 4-5 പരിപ്പോട നമുക്ക് പാനിലിട്ട് വറുത്തെടുക്കാം. ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് തീ വെക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പോടെ കളറും മാറും, നല്ല ബ്രൗൺ കളറായി വരും, പക്ഷേ അതിൻ്റെ അകം വേവില്ല. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിം വെച്ച് വേണം നമ്മൾ എണ്ണ ചൂടാക്കാൻ. പരിപ്പോടെ കളറ് മാറി വന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ മറിച്ചിടുക. നല്ല ബ്രൗൺ കളറാകുന്നിട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. കളറ് മാറുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ കളറ് വന്നോളൂ. എന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിലുള്ള പരിപ്പടം വീട്ടിൽ തന്നെ നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് വൈകുന്നേരം കുട്ടികൾക്ക് ചായയുടെയോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.